ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നാലോചിച്ച് മുന്നണികളിൽ കൊടുമ്പിരി കൊണ്ട ചർച്ച. കണ്ണുകളെല്ലാം UDF-ലേക്കാണ്. നിലമ്പൂരുകാരെ LDF-ന്ന് തെരഞ്ഞെടുത്ത PV അൻവർ ഇപ്പൊ UDF-ലേക്ക് നിൽക്കുമ്പോ നോക്കാണ്ടിരിക്കാൻ പറ്റുമോ? പൂരായണം എന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് നിലമ്പൂരിലെ പരീക്ഷണങ്ങൾ. നിലമ്പൂരിലെ നമ്മുടെ മുന്നണികളൊക്കെ കച്ചമുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. PV അൻവർ എഫക്ട് എന്തായാലും ഉണ്ടാവും എന്നുള്ള കോൺഫിഡൻസിലാണ് കോൺഗ്രസ് നേതാക്കള്. ഒരൻവർ പോയിട്ടുണ്ടെങ്കിലേ ഇടതുപക്ഷത്ത് 100 അൻവർമാര് വരും എന്നുള്ള ഓവർ കോൺഫിഡൻസിലാണ് നമ്മുടെ കോംറേഡ്സ്. എല്ലാം കൂടി എന്താവോ എന്തോ. ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി 10,000 വോട്ടിന് ജയിക്കും എന്നുള്ള യാതൊരു സംശയവും. കോൺഫിഡൻസ് ഒക്കെ കൊള്ളാം. പക്ഷെ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി ആരാ? അല്ല, എന്തൊക്കെ രാഷ്ട്രീയ യുദ്ധം ഉണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോ UDF-നകത്ത് സീറ്റിന് വേണ്ടി ഒരു അടി, അത് നിർബന്ധ. അങ്ങനെയല്ലേ? അതുകൊണ്ട് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ഇവിടെ UDF ജയിച്ചിട്ടുണ്ട്, മറ്റൊന്ന് LDF ജയിച്ചിട്ടില്ല. അതെന്താണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ ഒരു ടോക്ക്? അപ്പൊ ചേലക്കര തെരഞ്ഞെടുപ്പിന്റെ കാര്യോ? രമ്യ ഹരിദാസ് അവിടെ പാട്ടും പാടി നടന്നിട്ട് വല്ല ഗുണുണ്ടായ? അന്നേ ഞങ്ങളുടെ അൻവരേട്ടൻ പറഞ്ഞതാ രമ്യ ഹരിദാസിനെ അവിടെ നിർത്തരുത് നിർത്തരുതെന്ന്. എന്നിട്ട് എന്തായി? 8 നിലയിൽ പൊട്ടിയപ്പോ എല്ലാവർക്കും സമാധാനായില്ലേ? ജയിച്ച ചേലക്കര തന്നെ നന്ന കുറച്ച് വോട്ടിനാ വിജയിച്ചത്. അതുകൊണ്ട് ഒരിക്കൽ ചക്ക ഇട്ടപ്പോൾ മുയൽ കിട്ടിയെന്ന് വിചാരിച്ച് ഇനി എപ്പോഴും അധികാരം കിട്ടുമെന്ന് മോഹിച്ചുകൊണ്ടിരിക്കണ്ട. ഈ തവണ കയ്യിൽ നിന്ന് പോവുക ചെയ്യും. അൻവറിന് വരെ അവിടെ നിൽക്കാൻ കഴിയൂലെങ്കിൽ ഇനി നിങ്ങളുടെ MLA-മാരുടെ എണ്ണം ഇനിയും കുറയും, യാതൊരു സംശയവും വേണ്ട. അൻവറേട്ടൻ അവിടെ നിന്ന് നിൽക്കാൻ കഴിയാഞ്ഞിട്ട് ഓടി വന്നത് നിങ്ങളുടെ അടുത്തേക്കല്ലേ? തെരഞ്ഞെടുപ്പിന് പുള്ളിയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. എന്നാലും കുറച്ചും കൂടി സപ്പോർട്ടിന് വേണ്ടിട്ട് മൂപ്പര് വേണമെങ്കിൽ സ്ഥാനാർത്ഥിയാക്കിക്കോട്ടാ. അല്ല, പുള്ളി അത് തുറന്നു പറയൊന്നുമില്ല. എന്നാലും മൂപ്പര മനസ്സെന്നൊക്കെ അറിയാലോ. ഞാൻ ഒറ്റയാൾ പോരാട്ടമാണ് ഇതുവരെ നടത്തി വന്നത്. ഈ വേറിട്ട ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിയുടെ ഈ പറയുന്ന ദുർഭരണം, ഈ പറയുന്ന ഭരണകൂട ഭീകരത, ഈ പറയുന്ന ന്യൂനപക്ഷ വെറുപ്പും ന്യൂനപക്ഷങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയും, ഇതിനെതിരെ UDF-മായി കൈകോർത്തുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് ഈ പിണറായി സത്തെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള പോരാട്ടത്തിനായിരിക്കും ഇനി എന്റെ പിന്തുണ. ഊണിലും ഉറക്കത്തിലും UDF എന്നുള്ള ചിന്തയല്ലേ അൻവറേട്ടനുള്ളൂ. അതുകൊണ്ട് ഒന്നും കൂടി പറയാണ്, വേണമെങ്കിൽ UDF-ന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ അൻവറേട്ടനെ സ്ഥാനാർത്ഥിയാക്കാട്ടോ. അൻവർ UDF-ന് പിന്തുണ നൽകിയ ആളാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവും കാര്യങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ UDF മത്സരിക്കാൻ പോകുന്നു. PV അൻവറിനെ ചേർത്ത് നിർത്തും, പക്ഷെ സ്ഥാനാർത്ഥി സീറ്റിന്റെ ഒരടി അകലെ നിന്നാ മതി കേട്ടോ. അതുപോലെ എന്നാണ് ഇലക്ഷൻ പ്രഖ്യാപിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇലക്ഷൻ പ്രഖ്യാപിച്ച് പുതിയ രീതി അറിയാലോ UDF-ന്റെ വലിയ താമസമില്ലാത്ത സ്ഥാനാർത്ഥിയെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അത് ശരിയാ. UDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന രീതിയൊക്കെ ഭയങ്കര വെറൈറ്റി അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒന്ന് നോക്കിയേ. തൃശ്ശൂരിലെ ഇലക്ഷന്റെ സമയത്ത് ഞങ്ങളുടെ TM പ്രതാപൻ ചുമരിലൊക്കെ TM പ്രതാപനെ വിജയിപ്പിക്കുക അങ്ങനെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ട് മൂപ്പരെ പുഷ്പം പോലെ എടുത്ത് കളഞ്ഞിരുന്നില്ലേ? എന്നിട്ട് കൊണ്ടുവന്നതാര്യാ? K മുരളീധരനെ, സ്വന്തം പാർട്ടിക്കാരി എന്നെ കാലുവാരി. അപ്പോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം എങ്ങനെയാ മുരളീധരട്ടാ? അവിടുത്തെ അന്നത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടിട്ട് നിലമ്പൂർ മത്സരിക്കണ്ട. വെറുതെ എല്ലായിടത്തും എന്റെ പേര് വിളിച്ചടയ്ക്കണ്ട. അവിടെ സ്ഥാനാർത്ഥിയാവാൻ പറ്റിയ ആൾക്കാർ ആ ജില്ലയിലും ഉണ്ട്, നിലമ്പൂരും ഉണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥിത്വത്തിന് ഒരു പ്രയാസവും ഇല്ല, ഒരു തർക്കവും ഇല്ല. മലപ്പുറത്ത് തന്നെയുള്ളവർ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരും. മലപ്പുറത്തുള്ളവർ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരും. സംതിങ് ഫിഷി. കാര്യം എന്നിട്ട് മനസ്സിലായി അൻവറേട്ടാ. അവര് ഓൾറെഡി സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇലക്ഷന്റെ ഡേറ്റ് വരുമ്പോ പേര് പുറത്തുവിടും. ഇപ്പൊ സാധ്യതാ പട്ടികയിലുള്ളത് 2 പേരാണെന്നാണ് കേട്ടത്. ഒന്ന് VS ജോയ്, മറ്റേതിന്റെ പേര് പറയുമ്പോ അൻവറേട്ടൻ ഒന്ന് മനസാന്നിധ്യത്തോടെ കേൾക്കണട്ടാ. ആര്യാടൻ ഷൗക്കത്ത്. അൻവറേട്ടൻ എങ്ങനെ ഞെട്ടാണ്ടിരിക്കും? ആര്യാടൻ ഷൗക്കത്തിന് നേരെ ഒരു ലോഡ് പുച്ഛം പാരി വിതർന്ന ആളല്ലേ ഞങ്ങളുടെ അൻവറേട്ടൻ. LDF ഉണ്ടായിരുന്ന കാലത്ത് മാത്രല്ല, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ തന്നെയായിരുന്നില്ലേ? ആര്യാടന്റെ മകനാ മുരളിപ്പന്ത സിനിമക്ക് എടുത്ത് നടക്കുന്ന കേട്ടോ. പുതിയ കഴിഞ്ഞ തവണ DCC പ്രസിഡന്റ് പ്രകാശല്ലേ മത്സരിച്ചത്. അതിനു മുമ്പ് അതിന് ശേഷം പുള്ളി എന്താ സാംസ്കാരിക സംഘടന എന്തൊക്കെയായിട്ട് ആണോ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെ ഒരു സാംസ്കാരിക സിനിമാ നായകനൊക്കെ ആയിട്ട് എനിക്ക് പരിചയമുള്ളൂ. ഈ ഞാനാരാണ്, ഞാൻ എന്താണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്താണെന്ന് ഞാൻ തന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അൻവറേട്ടന് കണ്ണിന് നേരെ കണ്ടുകൂടാത്ത
ഒന്ന് വീതം 3 നേരം പോലെ പുച്ഛം വാരി വിതറിയിരുന്ന ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് മൂപ്പർക്ക് പ്രചാരണത്തിന് ഇറങ്ങേണ്ടി വരുമെന്തോ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ. UDF സ്ഥാനാർത്ഥി ആരായാലും PV അൻവർ അവിടുത്തെ സിറ്റിംഗ് MLA രാജിവെച്ച അന്ന് തന്നെ ഏത് സ്ഥാനാർത്ഥിയായാലും പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ എന്തുട്ടാ ചെയ്യാൻ പറയട്ടാ, അന്ന് പറഞ്ഞൊക്കെ മാറ്റി പറയാലേ. രാഷ്ട്രീയത്തിലെ അഭിപ്രായങ്ങളും നിലപാടുകളും അത് ഇരുമ്പൊലൊക്കെ പോലെ എങ്ങനെ നിൽക്കില്ല. പൊതുസമൂഹം ഒന്നടങ്കം ഒരു വിഷയത്തെ നേരിടുമ്പോൾ, പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഞാൻ പണ്ടത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വടിയും പിടിച്ചല്ല നിൽക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകളെ കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്നിട്ട് ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുക എന്നതാണ് ഒരു പൊതുപ്രവർത്തകന്റെ ഉത്തരവാദിത്തം. ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യം വിട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമ്പോ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തിനെ കുറിച്ചിട്ടുള്ള പരാമർശത്തിനെ കുറിച്ചിട്ട് ആളുകൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തുട്ടാ പറയാൻ പോണേ എന്തരട്ടാ? ഹൈ, നാളല്ലേ നിങ്ങള് വെള്ളാപ്പള്ളി നടേശനെ പൊന്നാടിയൊക്കെ അണിയിച്ചിട്ട് നല്ലോണം പൊക്കി അടിച്ചു വിട്ടത്? അതും LDF ഇറങ്ങിയതിന് ശേഷല്ലേ. ഒരു കാരണവർ സ്ഥാനത്ത് അദ്ദേഹത്തെ കാണുന്നു. ആ ഒരു നിലക്ക് ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് പലതും എനിക്ക് മനസ്സിലാക്കാനുണ്ടാവും. ആ നിലക്കുള്ള ഒരു സന്ദർശനത്തിന് അപ്പുറം വേറൊന്നും അതിലില്ല. എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ വെള്ളാപ്പള്ളിയുടെ അടുത്തുനിന്ന് പഠിക്കാൻ വേണ്ടി പോയതല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇങ്ങനെ ഓരോന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അൻവറിന് എന്തുട്ട് ചെയ്യാ? അറിവില്ലാത്ത കാലത്ത് LDF പുറത്തിറങ്ങിയ സമയത്ത് കയറി നിൽക്കാൻ ഒരു മുന്നണിയുടെ സപ്പോർട്ട് ഇല്ലാണ്ടിരുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അൻവറേട്ടനോട് എല്ലാം ക്ഷമിക്കണം കേട്ടാ. അൻവറേട്ടാ, മറ്റേ സ്ഥാനാർത്ഥി ഇരുമ്പലൊക്കെ ക്യാപ്സുളില്ലേ അതർക്കും. രാഷ്ട്രീയത്തിലെ അഭിപ്രായങ്ങളും നിലപാടുകളും അത് ഇരുമ്പൊലൊക്കെ പോലെ എങ്ങനെ നിൽക്കില്ല. അപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്ത് അൻവറേട്ടൻ മുമ്പ് ചെയ്തതും പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പ്രതിരോധിച്ച് നിൽക്കുന്നു? അത്ര ദഹിക്കാത്ത ആൾക്കാർ ആരെങ്കിലും സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഏത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി പുറത്തെടുക്കുന്നു നമുക്ക് കാത്തിരുന്ന് കാണാം. നാവിലിരിക്കൊണ്ട് മന്ത്രിപ്പണി പോയി കിട്ടിയ സജി ചെറിയാൻ മന്ത്രിപ്പണി തിരിച്ചു കിട്ടിയതിനു ശേഷവും തൊട്ടതെല്ലാം പണിയായി. അദാനിയുമായി ഉണ്ടാക്കിയ കരാർ, ആ കരാർ 2024 വരെ നിലനിൽക്കുകയാണ്. ആ കരാറിന്റെ ഭാഗമായി ചാനലിലെ മണ്ണും കല്ലും നീക്കം ചെയ്ത് ബേസിനിലും ചാനലിലും പൊടിയിലും കരാർ പ്രകാരമുള്ള ആഴം ഉറപ്പാക്കണമെന്ന തീരുമാനം അത് 100% നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനം. മുതലപ്പുഴയിലെ പ്രശ്നങ്ങളൊക്കെ ദിപ്പ ശരിയാക്കി തരാന്ന് മന്ത്രി ദീപ് പറഞ്ഞത് 2 കൊല്ലം മുമ്പാണ്. അഴിമുഖത്തടിയണ മണല് ഇപ്പൊ നീക്കി തരാന്ന് മന്ത്രി പറഞ്ഞത് അത് വല്ലതും നടന്നാ? പിന്നെ മന്ത്രിക്ക് ഇപ്പൊ അതല്ലേ പണി. അതുകൊണ്ട് വിഷയത്തിൽ ഇപ്പോ പ്രതിഷേധം നന്നായി കത്തുന്നുണ്ട്. ഇത് വലിയ കഷ്ടായല്ലോ. എന്തു പറഞ്ഞാലും പ്രതിഷേധം. മുതലപ്പുഴയിലെ അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണലൊക്കെ നീക്കം ചെയ്യാൻ ഇനിയും ഇഷ്ടംപോലെ സമയമെടുക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, മുതലപ്പുഴയിലെ ആ ഹാർബർ വേരോടെ എടുത്തിട്ട് കൊല്ലത്ത് വെക്കണം. അതെങ്ങനെയുണ്ട് എന്ന് സർക്കാർ? നല്ല ഐഡിയ. ബട്ട് നടക്കില്ലാന്ന് പ്രതിഷേധക്കാര്. ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് ഞങ്ങളെ പറിച്ചു മാറ്റാൻ ആരും വിചാരിക്കേണ്ടെന്നാണ് പ്രതിഷേധക്കാര് പറഞ്ഞത്. ഈ NTUC-കാർക്കും കോൺഗ്രസ്സുകാർക്കും ഇത് എന്താണ്? സർക്കാരിനെ ഗതികാട്ടാനുള്ള ഒരു വഴിയേ അല്ലേ മിനിസ്റ്റർ? ഇതെന്താണ് ചോന്ന കൂടിയൊക്കെ? ഒരു കാടളകി വരുന്നുണ്ട്. സജിയേട്ടനെതിരെ മുദ്രാവാക്യം വിളിക്കാണല്ലോ, അതും നമ്മുടെ CITU-കാര്. ഇവന്മാരൊന്നും വാഗ്ദാനങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കാൻ ഞങ്ങളുടെ നേതാക്കന്മാരെ സമ്മതിക്കില്ലേ? മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിലെ അപ്രോച്ച് ചാനലിൽ അടിഞ്ഞുകൂടുന്ന മണ്ണ് നീക്കുന്നതിനൊരു സ്ഥിരം സംവിധാനം ഉണ്ടാകണമെന്ന് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി സാൻഡ് ബൈപ്പാസിംഗ് സംവിധാനമാണ് നടപ്പാക്കുന്നത്. 2023 സജിയേട്ടൻ പറഞ്ഞ ഈ മണലടിയൽ പ്രശ്നത്തിന് ഇപ്പോഴും ശാശ്വത പരിഹാരം കണ്ടെത്താൻ പറ്റിയിട്ടില്ലല്ലോ അല്ലേ? നമ്മുടെ സർക്കാർ എന്തൊരു ഫാസ്റ്റ്! നമ്മുടെ സജിയേട്ടന്റെ പ്രവർത്തന മികവ് എന്തൊരു അത്ഭുതം! എന്തായാലും മുതലപ്പുഴയിലെ പ്രശ്ന പരിഹാരത്തിന് സംയുക്ത സമരസമിതിയായിട്ട് മന്ത്രിതല ചർച്ച നാളെ നടക്കുന്നുണ്ട്. ചർച്ച മാത്രമേ നടക്കൂ അതോ പ്രശ്നപരിഹാരം കാണുമെന്നൊക്കെ ആർക്കറിയാം. അല്ല, ഈ ആശാ വർക്കേഴ്സ് വിഷയടക്കം പല വിഷയങ്ങളിലും പലതരം ചർച്ചകൾ നമ്മൾ കണ്ടതാണല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ.